ഇന്ന് നമുക്കൊരു മാത്തമാറ്റിക്കൽ പസിൽ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഇതേപോലെ ഒരു കോളം തന്നിരിക്കുന്നു. ഈ കോളങ്ങളിൽ ഹൊറിസോണ്ടലായിട്ട് കൂട്ടിയാലും വെർട്ടിക്കലായിട്ട് കൂട്ടിയാലും കോണോട് കോൺ കൂട്ടിയാലും തുക ഒരുപോലെ ആവണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള പസിൽസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. എഗ് മെത്തേഡ് എന്നാണ് അതിന് പറയപ്പെടുക. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇവിടെ നമ്മൾ നോക്കുക, ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് നമുക്ക് കാണുന്നത് കോണോട് കൂടെ കോണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് കാണുന്നുണ്ട് അല്ലേ, 5ഉം 8ഉം. ഇനി ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ 9 എന്നൊരു നമ്പർ കാണുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ആൻസർ കണ്ടെത്താം. അതിനെന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ഭാഗം നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക, അതാവട്ടെ നമ്മളുടെ എഗ്. ഇനി എന്ത് ചെയ്യണം? 5ഉം 8ഉം കൂട്ടിയാൽ എത്രയാണ്? 13. ഇതൊരു കോമൺ നമ്പർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അത് എത്രയായിരിക്കുമെന്ന് അവസാനം നമുക്ക് കിട്ടും. ഇവിടെ നോക്കൂ, 5ഉം 8ഉം എത്രയാണ്? 13. ഇതൊരു കോമൺ നമ്പർ ആകുമ്പോൾ ഈ 9ഉം എത്രയും കൂട്ടിയാൽ ഇതേ 13 കിട്ടും. 9ഉം 4ഉം കൂട്ടിയാലാണ് 13 കിട്ടുക. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 4 വരും. ഇനി ഇങ്ങോട്ട് നോക്കുക, 7ഉം എത്രയും കൂട്ടിയാലാണ് 13 കിട്ടുക? 7ഉം 6ഉം കൂട്ടിയാൽ 13. ഇനി ഏതെങ്കിലും ഭാഗം ഫില്ലായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതെങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കാം, ഈ കോണോട് കോൺ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സെറ്റ് ഇവിടെ ഫില്ലായിട്ടുണ്ട് അല്ലെ. 4ഉം 5ഉം 9, 9ഉം 6ഉം എത്രയാണ്? 15 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോഴും എത്ര കിട്ടണം? 15 കിട്ടണം. ഇങ്ങനെ കൂട്ടുമ്പോഴും 15 കിട്ടണം. ഇങ്ങനെ കൂട്ടുമ്പോഴും 15 കിട്ടണം. ഇവിടെ കൂട്ടുമ്പോഴും എത്ര കിട്ടണം? 15 കിട്ടണം. ഇനി നമുക്ക് നോക്കാം, 7ഉം 6ഉം എത്രയാണ്? 13. 13ഉം എത്രയാണ്? 15. ഇതാ ഇവിടെ 2 ചേർത്താൽ 15 ആയി. ഇനി ഒന്ന് ക്രോസ് ആയിട്ട് നോക്കിയേ, 2ഉം 5ഉം 7, 7ഉം 8ഉം 15. ഇനി അതേപോലെ തന്നെ 7ഉം 5ഉം 12, 12ഉം 3ഉം ആണ് 15 അല്ലെ. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ 4 3 7, 7ഉം 8ഉം 15. ഇനി 6ഉം 8ഉം 14, 14ഉം 1ഉം 15. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി നോക്കാം, 9 5 14ഉം 1ഉം 15. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എഗ് മെത്തേഡിൽ ഇതേപോലുള്ള പസിൽസ് ചെയ്യാവുന്നതാണ്.